ഹലോ നമസ്കാരം. സെല്ലുലോയിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഇടയിലേക്ക് നമ്മൾ പേരൻസിനും കുട്ടികൾക്കും ഒക്കെ വേണ്ടി നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ. ടീം തിരക്കിനിടയിൽ അല്പനേരം വെൽക്കം ടു സെല്ലുലോയിഡ്. ഭയങ്കര ഒരു ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് അല്ലേ? തിരക്കിനിടയിൽ അല്പനേരം. മൂവി ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്, കുട്ടികളല്ലാതെ ജയൻ ആനിക്കാട് സർ. ആദ്യം നമുക്ക് പിള്ളേർ ഓരോരുത്തരും നിങ്ങൾ എന്റെ പേര് പറ. ബ്യൂട്ടിഫുൾ ഗേൾ പറ, പേര് പറ. എന്റെ പേര് ശിവാനി എന്നാണ്. ഓക്കെ. എന്റെ പേര് അനിരുദ്ധ്. എന്റെ പേര് നവൻലാൽ എന്നാണ്. എന്റെ പേര് നിരഞ്ജൻ. നിരഞ്ജൻ. ഇതിന്റെ ജസ്റ്റ് സമ്മറി ഞാൻ വായിച്ചപ്പോഴത്തേക്കും കാലിക പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ലൈക്ക് പേരൻസിനും കുട്ടികൾക്കും ഒരേപോലെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു മൂവി. എന്ത് രീതിയിലാണ് ഇതിന്റെ മേക്കിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്? തിരക്കിനിടയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ പേരൻസിന്റെ കെയറിങ് ഒരുപാട് കുറഞ്ഞു വരുന്നു പിള്ളേർക്ക്. അതിന്റെ ദൂഷ്യങ്ങളും ഒരുപാട് നമ്മുടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട്. പിള്ളേരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് പേരൻസ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ചിലവർ മനസ്സിലാക്കുന്നുണ്ടോ വെച്ചുണ്ട്. പക്ഷെ എന്നാലും അവരോട് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മിംഗ്ലിങ് ചെയ്യാനോ പേരൻസിന് സമയം കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഒഴിവാക്കുന്ന രണ്ട് റീസൺസ് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളിങ്ങനെ ഒരുപാട് വീടുകളിലൊക്കെ ഇങ്ങനെ ഓരോ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പോകുമ്പോൾ ചില പേരൻസിൻ്റെ മുഖ്യ ഒറ്റ എയിമേ ഉള്ളൂ, ക്ലാസ്സിൽ ഫസ്റ്റ് ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട. 10th സ്റ്റാൻഡേർഡ് വരെ. ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അവന് വീണ്ടും ഇൻട്രസ്റ്റ്, നീ അതെടുത്താൽ മതി, അവരുടെ തീരുമാനമാണ്. അത് കഴിഞ്ഞ് ഡിഗ്രിയിലോട്ട് പോകുമ്പോഴാണ് ആ +2 അത് ബേസ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ ഇഷ്ടത്തിലേക്ക് പോകുന്ന സംഭവം. പക്ഷെ അവനിവിടെ +2 ഒന്ന് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ തീർന്നു പരിപാടി. അപ്പൊ അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഇതാണ്. എന്ത് അപ്രോച്ചാണ് ശരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്നൊരു ഇതായിരിക്കും അതിൻ്റെ അകത്തുള്ളത്? പിള്ളേർക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും പേരൻസിന് വേണ്ടിയിട്ടാണ്. പേരൻസിന് വേണ്ടി. കാരണം പേരൻസ് ചേഞ്ച് ആവും ഇത് കണ്ടു കഴിയുമ്പോൾ എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ് ജസ്റ്റ് ഇതിലേക്ക് വന്നത്. ഇതിനകത്ത് ചില പേരൻസ് നമ്മുടെ ഇടയിലുള്ള ഒരു പേരൻസ് തന്നെയാണ്. ആ 4 പേരൻസിൽ ഇതിനകത്ത് ഈ 4 പേരൻസില് ഒരു പേരന്റ് ഉറപ്പായിട്ടും നമ്മുടെ നമ്മളായിരിക്കും. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടോ? ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടുണ്ടോ? അതെ, എല്ലാവരും നിന്നിട്ടുണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാരക്ടർ റോള് ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ. മോനോ? ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാരക്ടർ റോള് ആദ്യം തന്നെയാണ്. ചേച്ചിയുടെ കേട്ട് പറയുവാണോ? അല്ല, ചെയ്തിട്ടുണ്ട്, ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ചേട്ടനൊപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായി. ഫിലിമിലേക്ക് വന്നപ്പോ ഇങ്ങനെ വിളിച്ചു. ആർക്കാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമോഷണൽ റോള് ചെയ്യേണ്ടി വന്നത്? ഞങ്ങൾ 3 പേരും ഇമോഷണൽ. നിങ്ങൾ 3 പേരോ? നിങ്ങൾ 3 പേരും. നവൻലാൽ ഇല്ലാതെ? നവൻലാലിന് ഇമോഷൻ കൊടുത്തില്ല സർ? നവൻലാലിന്റെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. ആണോ? ഞാൻ പറഞ്ഞ ഒരു ഉപദേശിക്കണ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. നവൻലാലിനെ കണ്ടാലും പറയും. ഇപ്പൊ എനിക്കത് കാണാം, ആ ഒരു ഉപദേശിയെ എനിക്ക് കാണാം. ഓക്കെ. ഈ പിള്ളേരുടെ കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അല്ല, നമ്മൾ ഓഡിഷൻ വെച്ചു. ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വെച്ചു, അങ്കമാലിയിൽ വെച്ചായിരുന്നു ഓഡിഷൻ വന്നത്. ഓഡിഷൻ വെച്ച് കഴിഞ്ഞപ്പം പിള്ളേര് 4 പേരെയും ഇത് ഫാമിലി ഫ്രണ്ട് ആണ്. ശിവാനി എനിക്കറിയാം, നവൻലാലിനെ എനിക്കറിയാം. അപ്പൊ ഇതിന്റെ ഒരു ഡെമോ ഷൂട്ട് ചെയ്യുമ്പോൾ ആണ് നവൻലാൽ, ഇതിന്റെ ഡെമോ ഞാൻ ഷൂട്ടിങ് ചെയ്തിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴാണ് നവനെ പരിചയപ്പെടുന്നത്. അപ്പൊ നവന് ആ ക്യാരക്ടറല്ലേ ഇതിനകത്ത് കൊടുത്തത്, അത് വേറൊരു കാര്യം. അപ്പൊ ആ മറ്റേ ക്യാരക്ടറിനകത്ത് സൂട്ടബിൾ ആണെന്ന് തോന്നി അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പരിചയമില്ലാണ്ടിരുന്നത് അനിരുദ്ധനെ മാത്രമായിരുന്നു. ശിവാനിയുടെ ആ ക്യാരക്ടർ ഭദ്രമാണെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു മെച്ചൂരിറ്റി ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആ കഥാപാത്രമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ ആണ് ഫാമിലി ഫ്രണ്ടാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഒരു ലക്കിന് വന്നു, ഇദ്ദേഹത്തിന്റെ അമ്മ വിളിക്കുന്നു. ഓക്കെ റൈറ്റ്, ഓക്കെ. ഞാൻ പറഞ്ഞു പൂജയ്ക്ക് ഏതെങ്കിലും വരൂ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഈ ക്യാരക്ടർ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് നാച്ചുറലൈസ്ഡ് നമുക്ക് അതിനകത്ത് കയറി വരും. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കാതെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് സംസാരിക്കണം. അപ്പൊ 2-3 ഇങ്ങനെ പേരെന്താ എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എവിടെയൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നാലും ഞാൻ അറിയിച്ചില്ല. കറക്റ്റ് ഷൂട്ട് November 26 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറന്നുപോയി.
ഒരു ക്യാരക്ടറെ ഒരു 25 വിളിക്കുന്നു, സാർ ഞാൻ സെലക്ട് ആണോ? ഞാൻ വിളിച്ചു ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ദെൻ പോരെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. ശിവന് പിന്നെ ഓൾറെഡി അത് എൻ്റെ ഇതുപോലെ എന്നെ വന്ന് കളമശ്ശേരിയിലായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റുമായിട്ട് DTP എടുക്കാൻ വേണ്ടിയിട്ട് കളമശ്ശേരി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പെങ്ങളുടെ വീട് കളമശ്ശേരി. അപ്പൊ എന്നോട് ക്യാമറമാൻ ടോൺസിന് ചോദിച്ചു ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഡെമോ ഷൂട്ട് ചെയ്യുമ്പോൾ ടോൺസിന്റെ ആയിരുന്നു ക്യാമറമാൻ. അപ്പൊ ഇതിന്റെ ഒരു ഡെപ്ത് അറിയാം, കഥയുടെ ത്രെഡ് അറിയാം. ഒരാളെ ഞാൻ പറ്റുമെങ്കിൽ നോക്ക്, ചിലപ്പം നമ്മുടെ ആ ക്യാരക്ടറിന് പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു മഴയത്ത് എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ 2 സീൻ ഇമോഷണൽ സീൻസ് തന്നെ. എന്തായിരുന്നു കൊടുത്തത്? എന്താ സാർ അഭിനയിക്കാൻ തന്നത്? അതാണ് അച്ഛൻ തല്ലിയിട്ട് വിഷമത്തോടെ ഇരിക്കുന്ന സീൻ. ഓക്കെ. നീ എനിക്ക് അച്ഛന്റെ തല്ല് കിട്ടിയിട്ടുണ്ടോ ശരിക്കും? പക്ഷേ വിഷമം വന്നിട്ടില്ല? അങ്ങനെ എന്നിട്ട് വിഷമിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ചെയ്ത്? നന്നായി ചെയ്തു. അതൊരാളെ മാത്രമല്ല, 4 പേര് 4 സ്വഭാവത്തിലുള്ള കുട്ടികൾ. പക്ഷെ 4 പേരും നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. ഇവരില്ലാണ്ട് സ്കൂൾ പോലും അനങ്ങാത്ത ഒരു കണ്ടീഷൻസ്, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവരിൽ വരുന്ന 4 പേരും 4 സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ. ശരി. നിങ്ങള് സിനിമ കണ്ടോ? ചെയ്ത് ഇപ്പം കംപ്ലീറ്റ് പ്രിവ്യൂ കണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. ഓക്കെ, ശരി. കുട്ടികളുടെ പേരൻസ് ഒക്കെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നോ? കാരണം സ്ക്രിപ്റ്റ് വായിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആണോ? അവര് ട്രസ്റ്റ് ചെയ്തു. ഇപ്പൊ ഐച്ചേട്ടനാണെങ്കിലും അവരോടാണെങ്കിലും ജസ്റ്റ് നമ്മളൊരു 1 ലൈൻ മാത്രം ജസ്റ്റ് പറഞ്ഞു ഇതാണ് സംഭവം. ഐച്ചേട്ടൻ വരുന്ന അൺഎക്സ്പെക്റ്റഡാ. സോറി, അതായത് ഐച്ചേട്ടന് വരും കംപ്ലീറ്റ് ന്യൂ ഫേസിനെ വെച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇരുന്നത്. കാരണം എങ്ങനെയായാലും അങ്ങനെ പോകുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോ ആ ഐച്ചേട്ടന് പകരം വന്ന ക്യാരക്ടർ ഒരു PT മീറ്റിംഗിന്റെ സീൻ ഷൂട്ട് ചെയ്യണം സ്കൂളിൽ തന്നെ, ഒറിജിനൽ ആംബിയൻസ് വെച്ച്. ആ സ്കൂളിന്റെ അവിടുത്തെ സ്റ്റാഫ് റൂം വെച്ച് തന്നെ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന്റെ ഒരു പോർഷൻ വന്നപ്പോഴത്തേനും ഏറ്റവും വിഷമമുള്ള സീൻ അതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് നമുക്കറിയില്ല, വന്നേ ഉള്ളൂ, കൊടുത്തു, ഉടൻ കൊണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് നാടൻ ഭാഷ പറഞ്ഞു മെഴുകാൻ തുടങ്ങി. ഐച്ചേട്ടനല്ല. അപ്പത്തേനും അവിടെ എനിക്ക് രക്ഷകനായിട്ട് വന്ന് ടോൺസൈഡിനാണ്. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ കട്ട് ചെയ്തു. ആ പോർഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പാക്ക് പറഞ്ഞു. അവിടെ ഒരു ഭയങ്കര ഇതായി, കാരണം മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ സമയമൊക്കെ പോയി. ആ സീൻ ഒന്നിട്ട് ഇനി എടുക്കണമല്ലോ. പക്ഷെ നമുക്കത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറില്ലായിരുന്നു. ഒരാളുണ്ട് ആരെന്ന് ചോദിച്ചു. ഐത്തേണ്ടൊന്ന് വിളിച്ചു നോക്ക്, ചിലപ്പം വരും ക്യാരക്ടർ പറഞ്ഞ. അങ്ങനെയാണ് ജസ്റ്റ് അജ്മല് വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോ അവര് ഫ്രണ്ടാണ്. അപ്പൊ വന്നു തിരിച്ചു. അപ്പൊ എനിക്കറിയാം കോമഡി നമുക്കും അറിയാലോ. അപ്പൊ വന്നു ഇത് തന്നെ സംഭവം ചെയ്ത് കാണിച്ചപ്പോ ഒറ്റ ടേക്ക് സംഭവം ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് തോന്നിയോ അപ്പനും അമ്മയുടെ തിരിച്ചെന്ന് പറയണം, ഞങ്ങൾ ഇങ്ങനെ വേണം വളർത്താൻ, അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ഇച്ചിരി കൂടി സ്നേഹം വേണമെന്നോ അല്ലെങ്കിൽ കരുതൽ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിരുന്നു. അയ്യോ എന്നുവെച്ച സ്നേഹമില്ലെന്ന്, ഭയങ്കര കെയറിങ് ആണ്, അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറച്ച്, ഞാൻ പഠിക്കാൻ ഭയങ്കര മടിയുള്ള ആളാ. ഞാൻ പഠിക്കും, പക്ഷെ പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരുത്തണം, പഠിക്കൂ പറഞ്ഞിരുത്തണം. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്ന് കണ്ടോ പഠിക്കേണ്ട കാര്യം കണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ പഠിക്കേണ്ട കാര്യം കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതില് അങ്ങനെയൊക്കെ ഒരുപാട് ഒരു പഠിത്തം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. അതെ, കളിക്കാനും എല്ലാത്തിനും. ഞാൻ പഠിക്കാൻ മടിയുള്ള ആളാണ്. അതെ, ഞാൻ പഠിക്കാൻ നല്ല മടിയുള്ള ആളാണ്. ഓക്കെ. എന്തിനാ ഇഷ്ടം ചെയ്യാൻ? എനിക്ക് ഡാൻസ് ഇഷ്ടമാണോ? അഭിനയം ഇപ്പൊ ചെയ്തിട്ട് അഭിനയം ഇഷ്ടപ്പെട്ടോ? അതെ, അഭിനയം അടിപൊളിയാണല്ലേ? ഇനി പഠിത്തം ഒന്ന് മാറ്റി വെച്ചിട്ട് അഭിനയിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല, പഠിക്കണം, പക്ഷെ എന്നാലും മടിയാണ് പഠിക്കാൻ. ഈ കൂട്ടത്തില് ഓഡിഷനൊക്കെ എടുത്ത് സിനിമയിലേക്ക് കയറിയ ആള് അനിരുദ്ധാണ്. അനിരുദ്ധിനോട് ചോദിക്കട്ടെ, എന്തെങ്കിലും സീൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? മനസ്സിൽ നിൽക്കുന്ന സീൻ ഏതാ? അച്ഛൻ തല്ലാണ് ഒരു സീൻ. അച്ഛൻ തല്ലും. എന്തിനാ തല്ലിയേ? അത് വൈകി ഒന്നിനെ പഠിക്കാണ്ട് അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട്. എന്നിട്ട് നന്നായിട്ട് ചെയ്തോ? ശരിക്കും വിഷമം വന്നോ സീൻ ചെയ്തപ്പോ? അങ്ങനെ വിഷമം വന്ന് തല്ലി ഓടിക്കണം. അച്ഛൻ വട്ടിയെടുത്ത് തല്ലി ഓടിക്കണം. നീ കഥാപാത്രം ആകുവാണോ ചെയ്തത്, അതോ മുമ്പ് എപ്പോഴെങ്കിലും അച്ഛൻ തല്ലിയത് ഓർത്തിട്ടാണോ നീ വിഷമിച്ചേ? എങ്ങനെയാ വിഷമിച്ചേ? അല്ല, കഥാപാത്രം അച്ഛൻ അങ്ങനെ തല്ലാറില്ല അച്ഛൻ. അതൊരു സീൻ എടുക്കുമ്പോ സത്യം പറഞ്ഞാ പറയാൻ പാടില്ല, അത് ഐത്തേന്റെ കൈതൊക്കെ കൺട്രോൾ ഐത്തേന്റെ ആ ക്യാരക്ടറായിട്ട് ഇങ്ങോട്ട് മാറി എന്നുള്ളതാണ്. മാറിക്കഴിഞ്ഞിട്ട് അതിനകത്തൊരു തള്ളു വെച്ചെടുക്കുന്ന ഒരു സീൻ ഞങ്ങളെല്ലാവരും പേടിച്ച ഒരു സംഭവം അത്. പക്ഷെ അത് മാനേജ് ഇവനകത്ത് കറക്റ്റായിട്ട് ആ ഷോട്ട് തീർന്നതിന് ശേഷം
നമ്മുടെ കൊച്ചിങ്ങിനിവ പണ്ട് പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു. അച്ഛൻ രാവിലെ മരിക്കുന്നു, ഷൂട്ട് തീർന്നു, വൈകുന്നേരം ആയപ്പോ എന്റെ ബാപ്പ മരിച്ചെടുക്കും. അതേ കണ്ടീഷനിൽ വേദന എടുത്ത് നല്ലോണം വേദന മറച്ചു വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോയായിരുന്നു സംഭവം. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി, ഒന്ന് സ്ട്രക്കായി പോയി. അയച്ചേട്ടൻ ഒന്നും പറയാൻ പറ്റാത്ത വിളിക്കാൻ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും. സീൻ കഴിഞ്ഞപ്പോ അത് പുള്ളിക്കാരങ്ങ് ഭയങ്കരമായിട്ട് പുള്ളിയൊരു ക്രൂരനായ അങ്ങനത്തെ ഒരു സംഭവമല്ല. എന്റെ മുഖം വളരെ ടോപ്പ് ആവണം, ഒരു മാർക്ക് കുറഞ്ഞു പോയാലും പുള്ളിക്കാരൻ ആദ്യമാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് വന്നത്. അപ്പൊ നമ്മള് അജിത്തേട്ടന്റെ കാര്യം കുറച്ചിവിടെ ചർച്ച ചെയ്തു. നമുക്ക് അജിത്തേട്ടനെ ഇപ്പൊ ഇങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? അജിത്തേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, അജിത്തേട്ടന്റെ കാര്യം ചർച്ച ചെയ്തു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ. ഇതിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ദൃശ്യം ഓൾറെഡി ഒരു ഫാമിലി ഓഡിയൻസിന് ചേട്ടന് കുറച്ചുകൂടി ഷാർപ്പായിട്ട് കണക്ട് ആയി കഴിഞ്ഞു. ഫാമിലി ഓഡിയൻസ് കണക്ട് ചെയ്യുന്ന ഒരു വേറൊരു കിക്കാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പം ഇത് ഇപ്പൊ ചെയ്യുന്ന മൂവിയും ഏതാണ്ട് അതുപോലത്തെ ഒരു കണക്ഷൻ ആയിരിക്കും കൊണ്ടുവരാൻ പോവാ. അല്ല, എന്താന്ന് വെച്ചാൽ ഞാനേ ഇതുപോലെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പടത്തില് തിരക്കുണ്ട് അല്പം നേരം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കുഞ്ഞിന്റെ ഇവന്റെ അപ്പനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഭയങ്കര കമന്റ് ആണ് ചേട്ടൻ. അത് പറയുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്ട് ഉണ്ടാവും. അതുപോലെ ഒരു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയത്? ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണോ ഇതിന്റെ അകത്തുള്ളത്? ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ കാര്യത്തിനും കാര്യമില്ലാതെയും പയ്യനെ തല്ലുക. അങ്ങനെ ഒരു അച്ഛൻ പഠിപ്പിസ്റ്റാണ്. പഠിക്കാൻ വേണ്ടി മാത്രം ഇവനെ നമ്മളൊരു ഡോക്ടർ ആക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്താഗതി കൊണ്ട് മാത്രം വളർത്തുന്നതാണ്. അപ്പൊ ഭയങ്കര പ്രശ്നമാണ് എന്നും. പ്രഷർ കൊടുത്ത് പയ്യന് ഒരു രക്ഷയില്ല. ലാസ്റ്റ് അവന്റെ ഡയലോഗിൽ ഞാനങ്ങ് വീണു പോവാണ്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ഇമോഷൻ സംഭവം. ദുഷ്ടനല്ല, ഒരു കോംപ്ലക്സ്. പയ്യനെ നോക്കുമ്പോ ഇവനെ കൂടി നോക്കുമ്പോൾ കോംപ്ലക്സ് ഉണ്ടല്ലോ. അതൊരു നല്ല മെസ്സേജ് ആട്ടോ. കാരണം ഈ കോംപ്ലക്സ് കാര്യം ദുഷ്ടത പിന്നെയും ദുഷ്ടനാണെന്നെങ്കിലും പറയാം, ഈ കോംപ്ലക്സ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാ അല്ലേ? അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൊ ചേട്ടൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. കൊള്ളാം. മുടി സ്റ്റൈലൊക്കെ മാറി ഇതിനകത്ത് വേറൊരു ഇപ്പൊ എന്തെങ്കിലും ഇത് പുതിയ പടത്തിന്റെ എന്തെങ്കിലും അപ്പിയറൻസ് ആണോ? അല്ല, ഇതൊരു വെബ് സീരീസിന്റെ. ഓക്കെ, വെബ് സീരീസിന് വേണ്ടിട്ട്. സാറ് പറയായിരുന്നു കുഞ്ഞിനെ തല്ലുന്ന ഒരു സീൻ ചെയ്തപ്പോഴത്തേക്കും ചേട്ടൻ ആകെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി സീനിന്റെ അകത്ത് ഇൻവോൾവ് ആയി. ചെറുക്കനിട്ട് ഒരു തല്ലും കിട്ടിയെന്ന്. തല്ലല്ല, ഒരു ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഒറ്റ തള്ള. ഗുസ്തിയായിരുന്നു. തള്ളിയിട്ട് ഞാനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. കുറച്ചു നേരത്തിൽ ഞാൻ ഇവൻ ചെന്ന് അലച്ചു കൊട്ടി വീണു ഒരു ഡെസ്കിന്റെ ഇടയ്ക്ക്. എനിക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മുടെ പിള്ളേരെ പോലും തല്ലിയിട്ടില്ല. എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി പോയി. കാരണം കഥാപാത്രം അങ്ങനെ ഒരാളാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ വന്നിട്ട് ഇവനെ തല്ലുന്നതാണ്. ആഞ്ഞങ്ങ് എറിഞ്ഞു വിടുമ്പോൾ ക്യാരക്ടറിലായിട്ടങ്ങ് മാറി. ഞങ്ങളിങ്ങനെ ആസ്വദിച്ചാണ്. ഞാനും ഇങ്ങനെ നമ്മൾ നോക്കാണ്. പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് ഈ കൊടുങ്ങല്ലൂര് പറഞ്ഞ് തുള്ളി കയറുന്ന പോലെ അങ്ങ് കയറുവാണ്. കയറിയൊന്ന് ഒറിജിനൽ രണ്ടടി കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവനടി കിട്ടി, ഇവന് ഒറിജിനലായിട്ട് തിരുമുന്നുണ്ട്. ആ വടി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഇവിടെ ആരും അതുപോലെ ഒരു വടിയെ കൊണ്ടുവച്ചത്, ഒറിജിനൽ വടി. അത് കഴിഞ്ഞിട്ട് കറക്കി പിടിച്ചു വന്നപ്പോഴത്തേനും അതൊരു ആക്ച്വലി നമ്മൾ കൊടുത്ത ഡയറക്ഷൻ അല്ല, അദ്ദേഹം അങ്ങോട്ട് കേറിട്ട് അങ്ങ് വെച്ചത്. വിളയാടാൻ തുടങ്ങി. അടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ബാഗ് ബാക്കി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ബാഗിനിട്ട് അടിക്കാന്നാ പറഞ്ഞിരുന്നത്. അതൊക്കെ തെറ്റിപ്പോയി. എനിക്ക് അവന്റെ അഭിപ്രായം കേൾക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ആ സീൻ ചെയ്തപ്പോ? നല്ല അഭിപ്രായമായിരുന്നു. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം. ചേട്ടാ, ഇതൊരു പുതിയ മുഖങ്ങൾ ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഇതിനകത്ത് വളരെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ആളാണ് ചേട്ടൻ. എന്തായിരുന്നു ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള ചേട്ടന്റെ തീരുമാനം എത്താനുള്ള കാരണം? ഇത് എന്നെ ഈ ടോൺസാ വിളിക്കുന്നത്. ഓക്കെ, ക്യാമറ എടാ അജിത്തേട്ടാ വേട്ടെന്നൊന്ന് വരുമോ, ഒരു സാധനം ചെയ്യാൻ. സിനിമയാണ്, ചെറിയൊരു സിനിമയാണ്. അവിടെ ചെന്നുമ്പോൾ ജയൻചേട്ടനെ ഞാൻ നേരത്തെ കണ്ടിരുന്നു, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. ജയൻചേട്ടൻ പറഞ്ഞു അജിത്തെ എന്നെ മാറ്റി നിർത്തി. സ്കൂളിൽ അങ്ങനെ ഷൂട്ട് കിടക്കുന്നു. മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇതൊരു സാധനം വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാനിരുന്നതാണ്. പുള്ളി അങ്ങ് ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ കയറി ചെയ്തു. ചെയ്ത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഞാൻ ചേട്ടൻ കൈയടിച്ചു.
മോണിറ്റർ നടന്നത് കൈയടിച്ചു. അപ്പൊ എനിക്ക് സമാധാനമായി. പിന്നെ ആ റൂട്ടിൽ തന്നെ അങ്ങ് പോയി. ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അജിത്തേട്ടൻ ഒരു അപ്പൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഭയങ്കരമായ ഒരു ധ്യാനമൊക്കെ കൂടി ഇറങ്ങിയ പോലെ? ഇല്ല, നമുക്ക് എന്റെ പിള്ളേർക്ക് വലുതായി പോയി. ഞാൻ ഒരുപാട് നേരത്തെ ചെയ്യുന്നതായിരുന്നു. ഒരു മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടി. പേരക്കിടാങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ approach ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. മെയ് മാസം 22-ാം തീയതിയാണ് പടം റിലീസിങ് വരുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പടം പോയി കാണണം. കാരണം ഒറ്റ വാക്കി പറയാം, എക്സലൻറ്റ്, വെരി ഗുഡ്, ഗുഡ്. ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ സ്വയം എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഈ പടം പ്രിവ്യൂ ഞാൻ ആക്ടേഴ്സിനൊന്നും കാണിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രിവ്യൂ ഇന്നലെ കോതമംഗലം രൂപതയിലെ ബിഷപ്പിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ അരമനയിലെ പിതാവ് കാണണമെന്ന് പറഞ്ഞു. പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡബ്ബിംഗ് വേഷം കാണിച്ചപ്പോൾ ആദരവിധ ഒരുക്കങ്ങളിലെടുത്ത് കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. മറ്റുള്ള എച്ചന്മാരെയൊക്കെ ആ സ്പോട്ടിൽ നിന്ന് വിളിച്ചിട്ട്, സ്കൂളിലെ എച്ചന്മാരെ ഇപ്പം നേരെ പേരൻസിനെ അറിയിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറയുകയും ചെയ്തു. കരൂർ പള്ളിയിലെ വികാരിയച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു ഉറപ്പായിട്ടും കാണണം. അതുപോലെ തൊടുപുഴ DO ഷീബ് ടീച്ചർ വളരെ ഇതായിട്ട് തന്നെ സംസാരിച്ച്, അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒപ്പീനിയൻസ് പല ഭാഗങ്ങളിൽ നിന്ന് വരികയും ചെയ്തു. അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ മെയ് 22-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഇത് കണ്ടെങ്കിലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് നിങ്ങളൊരാളാണ്. അതാണ് ഈ സിനിമ നിൽക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഒരു നിമിഷം ഒന്ന് മാറ്റി വെച്ചാൽ മതി, ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആവാം. താങ്ക് യു സോ മച്ച്. ടീം തിരക്കിനിടയിൽ അല്പനേരം. മലയാളികൾക്ക് വളരെ സുപരിചിതയായ ഒരു റൈസിംഗ് സ്റ്റാർ ആണ് ഇന്നത്തെ സ്റ്റാർ ടോക്കിൽ. ചൈത്ര പ്രവീൺ, ഹായ്, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ചൈത്രനെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ആർ എ ഡെന്റിസ്റ്റ്, യു ആർ എ ഡാൻസർ, യു ആർ എ മോഡൽ, യു ഡു യോഗ, യു ഡു എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? ആൻഡ് എങ്ങനെ ഈ ഡെന്റിസ്റ്റ് ഒക്കെ പഠിച്ച് ആള് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത്, എനിക്ക് തോന്നുന്നു ആ കഥയിൽ നിന്ന് ആദ്യം തുടങ്ങാം നമ്മുടെ ഇന്റർവ്യൂ. ഓക്കെ, ഇതെന്ത് സംഭവം വെച്ചാൽ നമ്മൾ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് ആയിരുന്നു ഞാൻ. അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റുഡിയസ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ശല്യം സഹിക്കാതെ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ് വിടുക, അവിടെ അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നത്. എനിക്കറിയില്ല, പക്ഷെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഇതിലൊക്കെ. സോ എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നു. അതായത് ഇപ്പൊ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു എനിക്കൊന്ന് ജാനുവരി വരെ ഫുൾ ഫെസ്റ്റിവൽ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ വരെ അതുവരെ ഫുൾ ഡാൻസ് ഒക്കെ ആയിരിക്കും പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിത്തത്തിലേക്ക് വരിക, എക്സാമിന് മാർക്ക് ഉണ്ടാവും. അങ്ങനെ അപ്പൊ രണ്ടിലും സ്കോർ ചെയ്തതുകൊണ്ട് ഒബ്വിയസ്ലി പഠിക്കുന്ന പിള്ളേർ കുറച്ച് മുന്നോട്ടോ. അപ്പൊ പഠിക്കുന്ന പിള്ളേർ മറ്റേ ഡോക്ടർ എഞ്ചിനീയർ പരിപാടിയാണല്ലോ. ഒബ്വിയസ്ലി ഐ വാസ് ലൈക്ക് ഇൻട്രസ്റ്റഡ് ടു ബി എ ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് സൈഡ് ബിസിനസ് ആയിട്ടല്ലേ ഈ പരിപാടികളൊക്കെ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് എൻട്രൻസ് ക്രാക്ക് ചെയ്ത് അങ്ങോട്ട് എത്തിയിട്ട് പിന്നെ നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം മിസ് മലബാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നു, മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വളർന്ന് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്? അതാണ് 2015 മിസ് മലബാർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ ഐ വെന്റ് ഫോർ ദിറ്റ്. ആൻഡ് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കോൾസ് വരുമല്ലോ നമുക്ക്, ചെറിയ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്. ഷോർട്ട് ഫിലിം, വെബ് സീരീസ്. പിന്നെ അവിടെ നിന്ന് പിന്നെ അതിൽ നിന്നുള്ള സാറ് വേറൊരു മൂവി എടുത്തു. അപ്പൊ ആ മൂവിയിൽ കയറി. പിന്നെ അങ്ങനെ അടുത്ത മൂവി വന്നു. അങ്ങനെ അങ്ങനെ പതുക്കെ എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് കണ്ടിട്ട്? ആർ യു ഹാപ്പി? ഐ എം റിയലി ഹാപ്പി അബൌട്ട് മൈ ലൈഫ്. അതായത് നമ്മൾ പറയില്ലേ, കുറെ ചോയ്സസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ എം നോട്ട് എ പെർഫെക്ഷനിസ്റ്റ് ഇൻ എനിത്തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും. എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഐ ഡു, ഐ ലവ് ടു ഡു ഇറ്റ്. അപ്പൊ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലിനിക്സിലൊക്കെ GP ഡെന്റിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. മൂവി ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ അത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പരിപാടിയും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ഐ എം വെരി ഹാപ്പി. എന്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? ലൈക്ക് യു ക്യാൻ കോൺട്രിബ്യൂട്ട് എന്ന് തോന്നിയിട്ടുള്ളത്? ഒബ്വിയസ്ലി ആക്ടിങ്. അതിന് 2 റീസൺ ഉണ്ട്. എനിക്ക് ഒരു ഇൻഫ്ലുവൻസർ, നോട്ട് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് അല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാനോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആസ് എ ഡോക്ടർ അതിന് കുറച്ച് ഒതന്റിസിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ ആക്ടിങ് പാഷൻ കൂടെ വളർന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു റൂട്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഐ റീസെന്റ് വാച്ച്ഡ് മറ്റേ രജനീകാന്തിന്റെ ഒരു വീഡിയോ കണ്ടു. സാറിന്റെ സാർ ഇങ്ങനെ പറയുന്നത്, ഉടമ്പ് കേക്കറേണ്ട, ഓട് നീ, അതായത് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സ്മോക്ക് ചെയ്യുന്നതിന് വരെ ഫ്രഷ് എയർ സ്മോക്ക് ചെയ്യുന്ന പറയുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ നമ്മൾ എത്ര ഡോക്ടറോ ആരാണെങ്കിലും ആര് പറഞ്ഞാൽ കേൾക്കുന്നേക്കാൾ കൂടുതൽ ജനങ്ങൾ സാറ് പറയുമ്പോൾ ഒരൊറ്റ വീഡിയോയിലൂടെ 1 million people ആർ വാച്ചിങ് ഇറ്റ് ആൻഡ് ഹീസ് ഇൻഫ്ലുവൻസിങ്. സോ എനിക്ക് അതിൻ്റെ സ്ട്രീം ഇപ്പോൾ കണക്ട് ആയി. ദാറ്റ്
ഒബിയസ്ലി വെൻ ഐ ഗ്രോ മൈ ഓഡിയൻസ് ഷുഡ് ഓൾസോ ഗ്രോ ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഒതന്റിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു മീനിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പം മൊത്തത്തിൽ ഇതൊരു ടോട്ടൽ പാക്കായിട്ട് ഞാനിങ്ങനെ. ചൈത്രയുടെ ഒരു ഗ്രാഫ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അഴുകലായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ലൈക്ക് ചൈത്ര തന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് നാൾ എയറിലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു എന്താ പറയുക, ഒരു ബാഡ് ഫേസ് എന്ന് ഞാൻ വേണമെങ്കിൽ വിളിക്കും. ബിക്കോസ് ഒരു സദസ്സിലുണ്ടായിട്ടുള്ള ഒരു അപ്പിയറൻസിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ വല്ലാണ്ട് എടുത്തിട്ടൊരു. ആൻഡ് എനിക്ക് വിഷമം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വാച്ച് ചെയ്തപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂവറും ചൈത്രനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് യു വെ വിക്ടിമൈസ്ഡ്. അവിടെ ഇരുന്നിട്ട് ചൈത്ര അവിടെ ഇരുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്, യു വാണ്ടഡ് ടു കൺവേ യുവർ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ദാറ്റ് ഇൻ്റർവ്യൂവർ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. അവര് വ്യൂവേഴ്സിന്റെ ആ ഒരു എന്താണ് പ്രതീക്ഷിക്കുന്ന ആ കറുത്ത കൈകൾ, അതിലേക്ക് ഹി വാസ് ഫീഡിങ്. ഓക്കെ, ആൻഡ് ഐ ഫെൽറ്റ് ബാഡ്. ലൈക്ക് എനിക്കറിയണം, ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, ലൈക്ക് എ വുമൺ എവിടെ നിന്നാണ് ആ സ്ട്രെങ്ത് ഫൈൻഡ് ചെയ്തത്, ദാറ്റ് വിൽ പവർ, ആൻഡ് വാട്ട് ഹാപ്പൻഡ് എന്നുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് പ്രിറ്റി മച്ച് ക്ലിയർ. എന്താണ് എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മോശമായിട്ട് വിചാരിച്ച സമയമൊക്കെ നമ്മുടെ ബെസ്റ്റ് ടൈം ആയിരുന്നു. ഹാപ്പി ഫോർ യു ചൈത്ര, കീപ് ഗോയിങ്, സ്പിരിറ്റ് അങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഒരൊറ്റ എനർജി ഇല്ലാതെ ഇലക്ട്രോലൈറ്റ് ഒക്കെ സൈഡിൽ കലക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെയാ വന്നത്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ യു ആൻഡ് ദ ഫ്ലോർ പോപ്പ് മീ അപ്പ്. എല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ വീണ്ടും അഡ്രിനാലിൻ റഷ് ഒക്കെ വന്ന് ഓണായി. ഞങ്ങൾ ആരെയും ഇത് ചെയ്യാറില്ല, ഞങ്ങള് ഇങ്ങനെ ആളി കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. എനിവേസ് താങ്ക് യു. Thank you.